എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ ഫൂപ്പയാണെങ്കിൽ മോമോനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് കാണിച്ചുകൊണ്ടാണ്. ഇത് കാണുന്ന മോമോ നല്ല ഷോക്കാവും. അങ്ങനെ അവൾ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെല്ലും. എന്നാൽ പെട്ടെന്ന് തന്നെ അവൾ തിരിച്ച് വരുന്നതായിട്ടും കാണിക്കും. അവൾ ലിഫ്റ്റിൽ നിൽക്കും ആലയും. എങ്കിലും ഫൂപ്പ എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. അവൾ അങ്ങനെ വീട്ടിൽ വന്ന ഉടനെ വേഗം തന്നെ TV കാണായിരിക്കും. അപ്പം നമ്മളുടെ ഗുവയെ വന്നിട്ട് ചോദിക്കും, അല്ല അവൻ എന്തിനാ നിന്നെ കാണാൻ വന്നത്, എന്തെങ്കിലും സീരിയസ് കാര്യമാണോ? അപ്പം നമ്മളുടെ മോമോ പറയാൻ തുടങ്ങും, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാമെന്ന്. എന്നാൽ ഞാൻ അവൻ്റെ അടുത്ത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവൻ എൻ്റെ അടുത്ത് അവൻ്റെ ഫീലിംഗ് കൺഫസ് ചെയ്തത്. എന്നാൽ ഞാൻ അവൻ്റെ അടുത്ത് ഇത്രയും നാളും അവൻ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്ത എല്ലാ രീതിയും തുറന്നു പറയുകയും ചെയ്തു, അവനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മളുടെ ഗുവയെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളുടെ മോമോ പറയും, അവൻ വീണ്ടും ഒരു അവസരവും കൂടി ചോദിച്ചു, എന്നാൽ ഞാൻ അവനെ റിജക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഗുവയ്ക്ക് ഒരുമാതിരിയാവുമെങ്കിലും അവൾ അവനെ റിജക്റ്റ് ചെയ്തു എന്ന് കേൾക്കുന്നേ അവന് നല്ല സന്തോഷമാവും. ഇത് കാണുന്നേ നമ്മളുടെ മോമോ ഭയങ്കര ഷോക്കായിരുന്നു. അതേപോലെ തന്നെ ഗുവയെ കാണിക്കും. അവനിപ്പോൾ ഭയങ്കര സങ്കടത്തിൽ നടന്നു വരുക. ആ സമയത്ത് നമ്മളുടെ മോമോയുടെ ഫ്രണ്ടില്ലേ, അവൾ അവനെ കോൾ ചെയ്യും. എന്നാൽ അവൻ കോൾ എടുക്കത്തില്ല. അവൾ അവനെ മീറ്റ് ചെയ്യാൻ വരും. എന്നിട്ട് അവൾ ചോദിക്കും എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവൻ നടന്ന കാര്യമെല്ലാം പറയും. ആ സമയത്ത് അവൾ അവൻ്റെ അടുത്ത് കൺഫസ് ചെയ്തിട്ട് പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന്. എന്നാൽ നമ്മുടെ ഫൂപ്പയാണെങ്കിൽ ഡയറക്റ്റ് അവളെ റിജക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. എന്നിട്ട് പറയും എന്നെ പോലൊരു ലൂസർ നിനക്കൊരിക്കലും ചേരത്തില്ല എന്ന്. എന്നാൽ അവൾ പറയും എനിക്കൊരു അവസരം തന്നൂടെ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ മോമോയാണെങ്കിൽ അവളുടെ കമ്പനിയിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതാണ്. ആ സമയത്ത് നമ്മളുടെ മോമോയുടെ ഫ്രണ്ട് അവളെ വിളിച്ചിട്ട് പറയും നീ എന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കോളേജിൽ വരണം എന്ന്. അങ്ങനെ അവൾ അവിടെ ലീവ് ചോദിക്കും. എന്നാൽ അവളുടെ സീനിയർ അവളെ വഴക്ക് പറയും, ഇങ്ങനെ എപ്പോഴും ലീവ് ഒന്നും എടുത്തുവിടാം, നീ ഒരു ഇന്റേൺ ആണ് എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മോമോ ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ കോളേജിൽ വരുന്നതാണ്. അവിടെ വെച്ചിട്ട് അവൾ നമ്മളുടെ ഗുവയെ അവൻ്റെ ആ സീനിയറിനെയും കാണും. അപ്പോൾ ഈ സീനിയർ നമ്മളുടെ മോമോ എടുത്ത് ചോദിക്കും നീ ഗുവയുടെ ഗേൾ ഫ്രണ്ട് അല്ലേ എന്ന്. എന്നാൽ നമ്മളുടെ മോമോ പറയും അതൊരു തെറ്റിദ്ധാരണയാ, അന്ന് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞതാ എന്നും പറഞ്ഞ് അവളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ അവിടെ നിന്ന് പോകും. ആ ഫ്രണ്ട് ആണെങ്കിൽ നമ്മളുടെ മോമോ എടുത്ത് പറയും ഞാൻ ഫൂപ്പയെടുത്ത് പ്രപ്പോസ് ചെയ്തു, അവൻ എന്നെ റിജക്റ്റ് ചെയ്തു എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ മോമോ വലിയ റിയാക്ഷൻ ഒന്നും എടുത്തില്ല. അവൾ പറയും ഫൂപ്പ ഒരു നല്ല ചെറുക്കനാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന മോമോ അവളുടെ വേറൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെ എത്തുന്നത് നമ്മളുടെ ഗുവയെ അവളെ വിളിച്ചിട്ട് പറയും എൻ്റെ അമ്മയാണെങ്കിൽ നിന്നെ കാണണമെന്ന് പറഞ്ഞു, അമ്മയ്ക്ക് നിനക്ക് എന്തോ ട്രീറ്റ് തരണം എന്നാ പറഞ്ഞേന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ മോമോ അങ്ങ് ഒരുമാതിരിയായിരുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട് പറയും അതിനിപ്പോൾ എന്താ, നീ അവൻ്റെ അമ്മേനെ പോയി മീറ്റ് ചെയ്തിട്ട് വാ എന്ന്. എന്നാൽ നമ്മളുടെ മോമോ പറയാൻ തുടങ്ങും എനിക്ക് വലിയവരെ കാണുന്നത് ഭയങ്കര പേടിയാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗുവയാണെങ്കിൽ മോമോനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഹോസ്റ്റലിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യുന്നതാണ്. മോമോ വന്നിട്ട് അവനെ ഒന്ന് ജസ്റ്റ് പേടിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകും. അവിടെ ചെല്ലുന്നത് നമ്മുടെ മോമോ നല്ല ടെൻഷനിലായിരുന്നു. അവൾ ചോദിക്കും നിൻ്റെ അമ്മ എന്താ ഭയങ്കരയാണോ എന്ന്. എന്നാൽ നമ്മുടെ ഗുവയുടെ അമ്മ അവിടെ വരുന്നതും നമ്മുടെ മോമോനെ കണ്ട് ഭയങ്കരമായിട്ട് പൊക്കി പറയാൻ തുടങ്ങും നീ നിൻ്റെ അമ്മേനെ പോലെ തന്നെ നല്ല സുന്ദരിയാ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങും. ഇവിടെ നമ്മുടെ ഗുവയ്ക്കാണെങ്കിൽ അവൻ്റെ അമ്മ പ്രോൺ ഓർഡർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മോമോ പറയും അയ്യോ അവന് പ്രോൺ എന്ന് വെച്ചാൽ അലർജിയാണെന്ന്. ഇത് കേൾക്കുന്നത് അവൻ്റെ അമ്മയങ്ങ് ഒരുമാതിരിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗുവയാണെങ്കിൽ അവൻ്റെ അമ്മേനെ പറഞ്ഞു വിടുന്നേ, അതായത് ക്യാബ് ബുക്ക് ചെയ്തു അത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, അമ്മ വേഗം തന്നെ ഇവിടെ നിന്ന് പൊക്കോ എന്നും പറഞ്ഞിട്ട്. അവിടെ നമ്മുടെ ഗുവയും മോമോയും കൂടി തിരിച്ചിങ്ങനെ നടന്നു പോകാൻ നേരത്ത് മോമോ അവൻ്റെ അടുത്ത് ചോദിക്കും അല്ല നീ എന്താ നിൻ്റെ അമ്മയുടെ അടുത്ത് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തേ. അപ്പോൾ നമ്മുടെ ഗുവയെ പറയാം അമ്മ പണ്ട് തൊട്ടേ ഭയങ്കര ബിസി ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മോമോയാണെങ്കിൽ അവളുടെ കമ്പനിയിലുള്ളൊരു പ്രോജക്റ്റ് വർക്കിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. അവൾക്കാണെങ്കിൽ നല്ല ടെൻഷനും ഉണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗുവയാണെങ്കിൽ അവ വാങ്ങിയ റോബോട്ടില്ലേ അതിൻ്റെ മുകളിലായിട്ടൊരു ക്യാൻ വെച്ചിട്ട് നമ്മുടെ മോമോയുടെ അടുത്തായിട്ട് അങ്ങ് പറഞ്ഞു വിടും. അങ്ങനെ മോമോ അതെടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യും. അവൾക്ക് നല്ല സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ മോമോയുടെ വേറൊരു ഫ്രണ്ട് ആണെങ്കിൽ അവളുടെ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നേ മോമോയുടെ ബർത്ത്ഡേ വരാൻ പോവുകയാണ്, അവൾക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് പാർട്ടി കൊടുക്കണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മളുടെ മോമോയും ഗുവയും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അതായത് പെട്ടെന്ന് തന്നെ ആരോ കോളിംഗ് ബെല്ല് അടിക്കുന്നതാണ്. അങ്ങനെ വന്ന് നോക്കുമ്പോൾ എന്തുവാ നമ്മുടെ മോമോയുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അവിടെ അവൾക്ക് സർപ്രൈസ് പാർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത്. അവളെ പെട്ടെന്ന് തന്നെ സർപ്രൈസ് ആക്കും. ഇത് കാണുന്ന മോമോ അവരുടെ അടുത്ത് പറയും നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. എന്നാൽ ഇവരാണെങ്കിൽ അതിനൊന്നും വില്ലിങ് ആയിരുന്നില്ല. നമ്മുടെ ഗുവയെ പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങളെല്ലാവരും അകത്തോട്ട് വന്ന് എൻജോയ് ചെയ്തോ എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ഫൂപ്പേനെ കാണിക്കും. അവനിപ്പോൾ നല്ല സങ്കടത്തിലായിരുന്നു. അവിടെ അവൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറയും മോമോയുടെ ബർത്ത്ഡേ ആണ് നീ വരുന്നില്ലേ എന്ന്. എന്നാൽ നമ്മളുടെ ഫൂപ്പയ്ക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ മോമോയ്ക്ക് മെസ്സേജ് അയക്കാൻ നോക്കും. എന്നാൽ അവനെ കൊണ്ട് അതിനും പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവിടെയായിട്ട് എല്ലാ തയ്യാറെടുപ്പും നടത്തുന്നതാണ്. നമ്മളുടെ ഗുവയും ഇവരെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവസാനം ഇവരെല്ലാവരോടും ചേർന്നിട്ട് നല്ലതുപോലെ സെൽഫിയൊക്കെ എടുത്ത് ബർത്ത്ഡേ പാർട്ടിയൊക്കെ നന്നായിട്ട് ആഘോഷിക്കും. അവിടെയാണെങ്കിൽ ഇവരൊരു ഗെയിം കളിക്കും. അവിടെ നമ്മളുടെ മോമോയ്ക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു ഡെയർ ആയിരുന്നു. അവർ പറയും നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ നിനക്ക് തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുക എന്ന്. അങ്ങനെ നമ്മുടെ മോമോ നോക്കുന്നത് തന്നെ ഗുവയിനെയാണ്. എന്നാൽ ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുകിപ്പോയായിരുന്നു. പരസ്പരം നോക്കി ചിരിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവസരം വരുന്നത് നമ്മളുടെ ഗുവയ്ക്ക. അവന് വരുന്ന ഡെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് സെൽഫി എടുക്കണോ എന്ന്. ഇവിടെ നമ്മളുടെ ഗുവയാണെങ്കിൽ അവൻ്റെ തന്നെ പിക്ചറാണ് ക്ലിക്ക് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ പുറകിൽ
ആയിട്ട് നമ്മുടെ മോമോ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നേ ഗുവെ ഭയങ്കരമായിട്ട് സ്മൈൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എല്ലാവരും അവിടെ നിന്ന് പോകുന്നതാണ്. എല്ലാവരും നല്ല ഫിറ്റുമായിരുന്നു. നമ്മുടെ ഗുവയാണെങ്കിൽ അവിടെ ഫിറ്റായിട്ട് കിടന്നുറങ്ങും. അത് കാണുന്നത് നമ്മുടെ മോമയാണെങ്കിൽ അവനെ ശല്യം ചെയ്യാണ്ട് അവിടെ എല്ലാം ക്ലീൻ ആക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോമയാണെങ്കിൽ ഗുവനെ എഴുന്നേൽപ്പിക്കാൻ നോക്കും. എന്നാവ എഴുന്നേക്കാത്തതുകൊണ്ട് അവസാനം മോമയാണെങ്കിൽ അവളുടെ കട്ടിൽ പോയാൽ കിടക്കും. കുറേ കഴിയുമ്പോഴത്തേക്കും എന്തുവാ നമ്മുടെ ഗുവയുടെ തലയുടെ മുകളിലായിട്ട് ഒരു ബലൂൺ വന്നു വീഴും. അങ്ങനെ അവൻ ഞെട്ടി എഴുന്നേക്കും. അവനെന്ന് ഒരുമാതിരി ഇരിക്കുമായിരുന്നു. നമ്മുടെ മോമോയ്ക്ക് ഉറക്കം വരുന്നില്ല. അവളങ്ങനെ ഗുവേനെ വന്ന് നോക്കുമ്പോൾ അവൻ ഒരുമാതിരി ഇരിക്കുക. അവർ രണ്ടുപേരും ക്ലോസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെ നമ്മുടെ മോമയാണെങ്കിൽ എഴുന്നേറ്റ് വരാൻ നേരത്ത് ഗുവയെ അവൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുക. എന്നിട്ട് അവനാണെങ്കിൽ അവളുടെ മുഖത്ത് നോക്കിയിട്ട് ക്യൂട്ടായിട്ട് പറയും, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മോമോ ഭയങ്കരമായിട്ട് ബ്ലഷ് ചെയ്യും. പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടിട്ട് നമ്മുടെ മോമോ ചാടി എഴുന്നേക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവൾ കണ്ടതൊരു സ്വപ്നമായിരുന്നു എന്ന്. അങ്ങനെ നമ്മുടെ മോമയാണെങ്കിൽ പുറത്തോട്ടിറങ്ങി വരുമ്പോൾ അവൾ സ്വപ്നം കണ്ടതുപോലെ തന്നെ നടക്കും. അതായത് ഗുവയാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് അവനാണെങ്കിൽ പറയും താങ്ക് യു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മോമോ വിചാരിക്കും ഒരു പക്ഷേ അവൻ്റെ ഫീലിങ്സ് കൺഫസ് ചെയ്യാൻ വരുവാന്ന്. എന്നാൽ നമ്മളുടെ ഗുവയെ പറയും, അല്ല നീ എന്തായിരുന്നാലും ഒറ്റയ്ക്ക് എന്നെ എല്ലാം ക്ലീൻ ആക്കിയില്ലേ എന്ന്. ഇത് കേൾക്കുന്നേ മോമോയ്ക്ക് ദേഷ്യം വന്നിട്ട് അവൾ അവിടെ നിന്ന് നടന്നങ്ങ് പോകും. ഇത് കാണുന്നേ ഗുവയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഫൂപ്പേനെ നമ്മളുടെ മോമോയുടെ ഫ്രണ്ടിലെ അവൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയും നമുക്ക് രണ്ടു ഡേറ്റിന് പോയാലോ എന്ന്. ഇത് കേൾക്കുന്നേ ഫൂപ്പേ ഓക്കെ പറയും. ഇത് കേൾക്കുന്നേ അവൾക്ക് നല്ല സന്തോഷമായിരുന്നു. അവൾ വന്ന് അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ സംസാരിക്കും. എന്നിട്ട് അവൾ നല്ല കിടിലമായിട്ട് ഒരുങ്ങി വരും. ഇത് കാണുന്നേയും അവനും നല്ല ഷോക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗുവയാണെങ്കിൽ അവൻ്റെ ലാബിലായിട്ടിരിക്കുന്നതാണ്. അവിടെ അവൻ്റെ സീനിയർ പെങ്കോച്ചാണെങ്കിൽ എല്ലാവരും ചായ വേണമെന്നൊക്കെ ചോദിക്കും. നമ്മളുടെ ഗുവ എടുത്ത് ചോദിക്കുന്നത് അവൻ വലിയ മൈൻഡൊന്നും ആകത്തില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവിടുത്തെ ഹോസ്റ്റലിലെ വാർഡനില്ലേ, അതായത് നമ്മുടെ പ്രൊഫസറിൻ്റെ വൈഫ്, അവർ ചായയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരാണെങ്കിൽ എല്ലാവരെയും നല്ലതുപോലെ നിർബന്ധിച്ച് ചായയൊക്കെ കുടിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ മോമയാണെങ്കിൽ അവളുടെ കമ്പനിയിലായിട്ട് വർക്ക് ചെയ്യുന്നത്. അവളുടെ ബോസ് ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അവരുടെ പ്രോജക്റ്റ് അപ്രൂവ് ആയില്ല എന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിൽ നമ്മുടെ മോമോയുടെ പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കാൻ വരും. എന്നാൽ ആ ലേഡി ആണെങ്കിൽ അതൊന്നും കേൾക്കാൻ വില്ലിങ് ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഫൂപ്പയും അതേപോലെ തന്നെ മോമോയുടെ ഫ്രണ്ടില്ലേ, ഇവർ രണ്ടുപേരുടെ ഡേറ്റിന് വരുന്നതാണ്. അവൾ അവൻ്റെ കയ്യിലായിട്ട് കയറി പിടിക്കും. എന്നിട്ട് പറയും നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഡേറ്റിനാണ് വന്നിരിക്കുന്നത് എന്ന്. അങ്ങനെ രണ്ടുപേരും കുറേ ഗെയിമൊക്കെ കളിക്കും, നല്ലതുപോലെ എൻജോയ് ചെയ്യും. എന്നാൽ നമ്മുടെ ഫൂപ്പയാണെങ്കിൽ അവിടെ മോമോയുടെ പേരെ വിളിക്കുന്നത്. എങ്കിലും ഇത് കേട്ടിട്ട് മോമോയുടെ ഫ്രണ്ട് ഒന്നും പറയത്തില്ല. അവൾ മിണ്ടാണ്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇവൻ അവൾക്ക് വേണ്ടിയിട്ടൊരു ടോയ് എടുത്തു കൊടുക്കും. എന്നിട്ട് ഇവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഹോസ്റ്റലായിട്ട് വരും. അവിടെ നമ്മളുടെ ഈ മോമോയുടെ ഫ്രണ്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവൻ വാങ്ങിക്കൊടുത്ത ആ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ അത് മോമോയുടെ ഫേവറേറ്റ് ആയിരുന്നു. അവൾ അതിനെപ്പറ്റി പരാതി പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗുവയ്ക്കാണെങ്കിൽ ജലദോഷം പിടിക്കുന്നതാണ്. അതേസമയം തന്നെ നമ്മുടെ മോമോ അവന് മെസ്സേജ് ഇട്ട് പറയും, ഇന്ന് ഞാൻ ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഫൂപ്പയാണെങ്കിൽ മോമോയുടെ കമ്പനിയുടെ പുറത്തായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇവൾ അവനെ കണ്ടിട്ട് മൈൻഡ് ആക്കാണ്ടങ്ങ് പോകും. എന്നാൽ ഇവളുടെ കൊളീഗാണെങ്കിൽ ഇവളുടെ അടുത്ത് പറയും നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന്. അങ്ങനെ അക്കൂട്ടത്തിൽ നമ്മുടെ ഫൂപ്പയും കൂടും. അങ്ങനെ ഇവർ മൂന്നുപേരും ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കാൻ നേരത്ത് ഫൂപ്പയാണെങ്കിൽ നമ്മുടെ മോമോ അടുത്ത് സോറി പറയും. എന്നാൽ നമ്മുടെ മോമോ പറയും, നീ എൻ്റെ ഇപ്പോൾ ഒരു ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോമോ ആണെങ്കിൽ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എന്തോ ഡോർ തുറക്കുന്നേ അവിടെ മുമ്പിലായിട്ട് നമ്മുടെ ഗുവയെ നിൽക്കുമായിരുന്നു. ഇത് കാണുന്നേ മോമോ നല്ലതായിട്ട് പേടിച്ചു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ഗുവയും മോമോയും കൂടി ഒരുമിച്ച് ബസ് കയറാൻ നിൽക്കുന്നേ. അവിടെ നമ്മളുടെ മോമോ ആണെങ്കിൽ ഗുവ എടുത്ത് നല്ലതുപോലെ കാര്യമായിട്ട് സംസാരിക്കും. എന്നാൽ നമ്മുടെ ഗുവയെ വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. അവൾ പറയും നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന്. എന്നാൽ അപ്പോഴും നമ്മളുടെ ഗുവയെ വലിയ മൈൻഡ് ആക്കാണ്ട് അവൻ്റെ ബസ് വരുന്നതും കയറി എങ്ങ് പോവും. അവനങ്ങനെ അവൻ്റെ ലാബിലായിട്ട് വരും. അവിടെ എല്ലാവരും ഇവനെ കാണുന്നു ചോദിക്കും, നിനക്ക് എന്തോ പറ്റി, നിനക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന്. അവൻ്റെ സീനിയറും അതേപോലെ തന്നെ പ്രൊഫസറും വന്നിരുന്നിട്ട് അവനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. എന്നിട്ട് പറയും, ഇതിപ്പോൾ ഒരു പെങ്കൊച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമില്ലേ, മിക്കവാറും അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഗുവയെ അതേ എന്ന് തലയാട്ടി കൊടുക്കും. അവസാനം ഇവൻ പറയും നമുക്ക് അവനെ ഇങ്ങ് തട്ടിക്കളയാന്ന്. എന്നാൽ നമ്മളുടെ പ്രൊഫസർ ആണെങ്കിൽ ഇവന് കുറേ ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊന്നുമല്ല, നിനക്ക് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം തരാം, അത് നിനക്ക് കിട്ടുന്നതും നിനക്കത് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന്. അങ്ങനെ നമ്മളുടെ ഗുവയ്ക്കാണെങ്കിൽ ആ സാറൊരു ബുക്കാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കും ഗുവയും മോമോയും കൂടി ഒരുമിച്ചിരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവയ്ക്കാണെങ്കിൽ ഒരു കോൾ വരുന്നത്. അവനാണെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വരും. ഇതാണെങ്കിൽ കാണുന്നേ നമ്മുടെ മോമോ ചെറുതായിട്ടൊന്ന് ഒളിഞ്ഞു കേൾക്കും അവൻ എന്താ സംസാരിക്കുന്നേ എന്ന്. എന്നാൽ ഒന്നും തന്നെ കേൾക്കാൻ പറ്റത്തില്ല. അവിടെ നമ്മളുടെ ഗുവയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അകത്തോട്ട് വന്നിട്ട് ആ ബുക്ക് ഇരുന്ന് വായിച്ചു നോക്കും. അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവനപ്പം മനസ്സിലാവും, അതായത് അതിനകത്ത് പറയുന്നത് പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവനവളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മുടെ ഗുവ വേഗം തന്നെ വന്നിട്ട് മോമോയെ നല്ലതുപോലെ പൊക്കിയൊക്കെ സംസാരിക്കും. ഇത് കേൾക്കുന്നേ മോമോയ്ക്ക് ഭയങ്കര വിയേർഡായിട്ടാണ് തോന്നുന്നത്. ഇത് വർക്കൗട്ട് ആവാത്തതുകൊണ്ട് നമ്മുടെ ഗുവ വേഗം തന്നെ അകത്ത് പോയിട്ട് ആ ബുക്ക് വായിച്ചിട്ട് വീണ്ടും തിരിച്ചു വരും. എന്നിട്ട് ഇവളുടെ അടുത്ത് കുറച്ച് മൃഗങ്ങളെ പറ്റിയൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ മോമോയ്ക്ക് ഒന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ ഗുവയാണെങ്കിൽ അവൻ്റെ സീനിയറിനെ പറ്റി പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ മോമോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അവൾ വേഗം തന്നെ അവിടെ നിന്ന് അകത്തോട്ട് കയറി അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പാസ്റ്റിലുള്ളൊരു സീനാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ
ഗൂവയ്ക്ക് ആ പ്രൊഫസർ ബുക്ക് കൊടുക്കുന്ന ഭയങ്കര കോമഡി ആയിട്ട് രണ്ടുപേരുടെ നടന്നു പോകാൻ നേരത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്ന പോലെ വന്ന് ആ ബുക്കെല്ലാം തറയിൽ വീണിട്ട് അത് പറക്കിയെടുക്കുമ്പോൾ ആ ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ക്ലാസ്സിലെ വേറെ ചെറുക്ക അവിടെ കിടന്ന് പരാതി പറയും, സാർ ഇപ്പോൾ ഇവൻ എന്തോ ഒരു സീക്രട്ട് ബുക്ക് കൊടുത്തു എന്നാൽ ഇവർ രണ്ടുപേരും സമ്മതിച്ചു കൊടുക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗുവയാണെങ്കിൽ അടുത്ത ദിവസം ഈ സാറിൻ്റെ അടുത്ത് വന്നിട്ട് ഇതിനെ പറ്റി പറയും, അതായത് ഈ ബുക്കൊന്നും വർക്കൗട്ട് ആയില്ല എന്നാൽ ഇതും കേട്ടോണ്ടിരിക്കുന്ന ആ ചെറുക്കൻ ഓടി വന്നിട്ട് പറയും, എനിക്ക് നന്നായിട്ടറിയാം സാർ ഇവൻ്റെ അടുത്ത് ഫേവറിസം ചെയ്യുവാണ്, അവൻ എന്തോ എക്സ്ട്രാ ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കുവാന്ന്. അപ്പോൾ നമ്മുടെ സാറ് പറയും, അങ്ങനെയൊന്നുമില്ല, ഞാനാണെങ്കിൽ എങ്ങനെ ഒരു പെങ്കുച്ചിനെ വളയ്ക്കുക എന്നുള്ളൊരു ബുക്കാണ് അവന് കൊടുത്തത് ഇത് കേൾക്കുന്ന ഈ ചെറുക്കൻ പറയും, എനിക്കും ആ ബുക്ക് കിട്ടിയേ പറ്റത്തോളം എന്ന് പറഞ്ഞ് വാശി പിടിക്കും. അവസാനം ഇവനാണെങ്കിൽ ആ ഒരു ബുക്കിൻ്റെ കോപ്പി ഉണ്ടായിരുന്നത് എടുത്തങ്ങ് കൊടുക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ പ്രൊഫസറിൻ്റെ വൈഫ് വരും. എന്നിട്ട് അവർ പറയും, നീ ഈ പ്രൊഫസർ പറയുന്നതൊന്നും കേട്ടോണ്ടിരിക്കല്ലേ, നീ നിന്റെ ഫീലിങ്സ് അവളുടെ അടുത്ത് കൺഫസ് ചെയ്യുക തന്നെ വേണം. യഥാർത്ഥത്തിൽ പ്രൊഫസർ ആണെങ്കിൽ എനിക്കൊരു പോയോ എഴുതി തന്നായിരുന്നോ, അത് വെച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത് അയാൾക്ക് എന്നെ ഇഷ്ടമാ എന്ന്. ഇത് കേട്ടിട്ട് നമ്മുടെ ഗുവയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ വന്നിട്ട് കുറെ പോയൊക്കെ എഴുതാൻ തുടങ്ങും. എന്നാൽ ഒന്നും തന്നെ ശരിയാവത്തില്ല. അവിടെ വെറുതെ പേപ്പർ വേസ്റ്റ് ആവാന്നല്ലാണ്ട് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലായിരുന്നു. അവസാനം അവനാണെങ്കിൽ എന്തൊക്കെയോ എഴുതിയിട്ടാ അതിനകത്തൊരു ഡോറേമോൻ്റെ പടവും വരച്ചു വയ്ക്കും. എന്നിട്ട് നേരെ അത് കൊണ്ടുവന്ന് നമ്മുടെ പ്രൊഫസറിനെ അവൻ്റെ കൂടെ പഠിക്കുന്ന ചെറുക്കനില്ലേ അവരെ കാണിക്കും. ഇവർ രണ്ടുപേരും ആ ഒരു സംഭവം കണ്ടിട്ട് ഇവനെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് പറയും, നീ ഇപ്പോൾ കൺഫസ് ചെയ്യാൻ റെഡിയാണ് എന്ന്, നിനക്ക് ധൈര്യമായിട്ട് പോയി കൺഫസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനെ പ്രൊമോട്ട് ചെയ്ത് അങ്ങോട്ട് പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മോമോനെ അവൾ വന്ന് നോക്കുമ്പോൾ എന്തുവാ അവിടെ ആണെങ്കിൽ കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ലിഫ്റ്റിന് പകരമായിട്ട് സ്റ്റെയർ കയറേണ്ടിയിട്ടാണ് വരുന്നത്. റൂമിൽ വരുമ്പോൾ എന്തുവാ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹീറ്റർ വർക്കിംഗ് അല്ല. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ ഗുവേനെ വിളിച്ചിട്ട് വരും, നീ വരുമ്പോഴത്തേക്ക് കുറച്ച് ഹീറ്റിൻ്റെ പാച്ചസ് വാങ്ങിയിട്ട് വരണേ എന്ന്. പെട്ടെന്ന് തന്നെ ഗുവേ പറയും, ഞാൻ താഴെ തന്നെയുണ്ട്, ഇവിടെ മഞ്ഞ് വീഴുന്നുണ്ട്, നീ താഴോട്ട് വരുമോ എന്ന് ചോദിച്ചിട്ട് അവളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യും. ഇത് കേൾക്കുന്നേ നമ്മുടെ മോമയ്ക്ക് ഭയങ്കര സന്തോഷം. അവൾ ഭയങ്കരമായിട്ട് ചാടിത്തുള്ളി അങ്ങോട്ട് ഇറങ്ങി വരും. അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവയാണെങ്കിൽ അവൻ്റെ കയ്യിരുന്ന ലെറ്റർ എടുത്ത് മോമോയ്ക്ക് കൊടുക്കും. ആ ലെറ്റർ കാണുന്നേ മോമോയ്ക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അതിനകത്ത് അവനാണെങ്കിൽ അവൻ്റെ ഫീലിങ്സിനെ ഒരു ഇക്വേഷൻ ആയിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. കൂട്ടത്തിൻ്റെ ഒരു ഡോറേമോനും ഉണ്ട്. ഇവളാണെങ്കിൽ ചോദിക്കുന്നത്, എന്തുവാ നീ എന്തിനാ എനിക്ക് നിന്റെ നോട്ട്സ് തന്നത് എന്നാൽ നമ്മളുടെ ഗുവയാണെങ്കിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. എന്നാൽ ഇത് കേട്ടിട്ട് നമ്മുടെ മോമോയ്ക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അവസാനം ഇവർ രണ്ടൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രീറ്റിലായിട്ട് പോകും. അവിടെ നമ്മളുടെ മോമോയ്ക്ക് നല്ലതുപോലെ തണുക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് മഞ്ഞിൽ കളിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഗുവയാണെങ്കിൽ അവൻ്റെ കോട്ടൂരി അവൾക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരുടെ ആ റൂമിലായിട്ട് വരും. അവിടെ നമ്മളുടെ ഗുവയാണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഹീറ്റ് പാച്ചസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ ഡോറേമാൻ്റെ പടമുള്ളത്. ഇത് കാണുന്നതിന് നമ്മുടെ മോമോയ്ക്ക് ഭയങ്കര സന്തോഷം. അവളുടെ ഡോറേമാൻ്റെ കട്ട ഫാനാണല്ലോ. അവിടെ അങ്ങനെ അവർ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ പ്രൊഫസർ ആണെങ്കിൽ നമ്മുടെ ഗുവയ്ക്ക് മെസ്സേജ് ഇട്ട് വയ്ക്കും, എന്തായി നീ അവളുടെ അടുത്ത് കൺഫസ് ചെയ്തോ എന്ന്. അപ്പോൾ ഗുവ പറയും, അവൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന്. അപ്പോൾ നമ്മളുടെ പ്രൊഫസർ ആണെങ്കിൽ അവന് വേറൊരു ട്രിക്ക് പറഞ്ഞു കൊടുക്കും. അതായത് അതൊരു ഇക്വേഷനാണ്, അവളെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യിപ്പിക്കുക എന്ന്. ഈ ഇക്വേഷൻ അവൾക്ക് കൊടുക്കുന്നതും അവൾക്കൊന്നും മനസ്സിലാകത്തില്ല. അവൾ പറയും, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രൊഫസർ ആണെങ്കിൽ ഇവന് അയച്ചു കൊടുത്ത ഇക്വേഷൻ ആണെങ്കിൽ അതൊന്ന് കണക്ട് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഒരു ഹേർട്ടാണ് കിട്ടുന്നത്. എന്നാൽ അതുപോലും ഇവർക്ക് ഇവിടെ മനസ്സിലായിട്ടില്ല. അവസാനം പ്രൊഫസർ ആണെങ്കിൽ അയാളുടെ വൈഫിന് വേണ്ടി എഴുതിയ ആ ഒരു പോയവില്ലേ അത് നമ്മുടെ ഗുവയ്ക്ക് പറഞ്ഞു കൊടുക്കും. അവൻ ആ പോയ നമ്മുടെ മോമോനെ പറഞ്ഞു കേൾപ്പിക്കും. എന്നാൽ അവൾക്ക് അത് മനസ്സിലാവത്തില്ല. അവസാനം അവൾ പറയും, നിനക്കെന്ത് പ്രാന്താണ്, ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോകുന്ന വരട്ടെ. അവൾ പോയി കിടന്നങ്ങ് ഉറങ്ങും. അതേപോലെ തന്നെ ഗുവയും അവിടെ തോൽവി സമ്മതിച്ചായിരുന്നു. അവനും പോയി കിടക്കും. എന്നാൽ അവന് ഉറക്കം വരത്തില്ല. അവസാനം അവനാണെങ്കിൽ അടുക്കളയിലായിട്ട് വന്നിട്ട് വെള്ളം എടുക്കാൻ വരുന്നതും അവിടെയായിട്ട് കറണ്ട് വരും. പെട്ടെന്ന് തന്നെ അവൻ വന്നിട്ട് മോമയുടെ റൂമിലെ ഹീറ്ററൊക്കെ ഓണാക്കും. എന്നിട്ട് അവൻ വേഗം തന്നെ താഴോട്ട് വന്നിട്ട് ഒരു സ്നോമാനെ ഉണ്ടാക്കും. അതായത് മോമോനെ ഇത് കാണിച്ച് അവളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ അതിനെ ഒരു കണ്ടെയ്നറിനകത്താക്കിയിട്ട് അതിനെ എടുത്തുകൊണ്ടൊന്ന് ഫ്രിഡ്ജിലായിട്ട് എടുത്തങ്ങ് വെക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ അടുത്ത ദിവസം നമ്മളുടെ ഗുവയാണെങ്കിൽ അവൻ്റെ പ്രൊഫസറിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെ അവർ ചോദിക്കും, ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചത്, നീ നിന്റെ ഫീലിങ്സ് പറഞ്ഞോ എന്ന്. അപ്പോൾ നമ്മുടെ ഗുവ പറയും, ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല, അവൾക്കൊന്നും മനസ്സിലായില്ല എന്ന്. അവൻ്റെ കൂടെ ഇരിക്കുന്ന ആ ചെറുക്കനില്ല, അവൻ പറയും, ഇനി ഒരു പക്ഷേ അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിലോ, അതുകൊണ്ട് അവൾ പ്രിറ്റൻഡ് ചെയ്യുന്നതാണെങ്കിലോ. ഇത് കേൾക്കുന്നത് നമ്മുടെ ഗുവയ്ക്ക് ചെറിയൊരു ടെൻഷനാവും. അങ്ങനെ അവരിയ്ക്കാൻ നേരത്ത് അവിടെയായിട്ട് ഇവരുടെ ആ സീനിയർ പെങ്കൊച്ചു വരും. അവൾക്ക് പനിയായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ചെറുക്കൻ പറയാൻ തുടങ്ങും, നിങ്ങൾ എൻ്റെ അടുത്തോട്ടൊന്നും വരരുത്, എനിക്ക് പനി പിടിക്കും, മര്യാദയ്ക്ക് മാറിയിരുന്നോണോ എന്ന്. അവരങ്ങനെ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ ഗുവയുടെ അടുത്താണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ലഞ്ച് ടൈം ആയിരുന്നു. ആ സമയമായപ്പോഴത്തേക്ക് നമ്മുടെ ഗുവയ്ക്ക് അങ്ങ് ഒരുമാതിരിയായി, അവന് പനി പിടിച്ചതുപോലായി. പെട്ടെന്ന് തന്നെ അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ പറയും, വാടാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാ എന്ന്. എന്നാൽ അവൻ പറയും, എനിക്ക് നല്ല സുഖമില്ല, നിങ്ങൾ പോയാൽ മതി എന്ന്. ഉടനെ തന്നെ ആ ചെറുക്കൻ പറയാൻ തുടങ്ങും, മിക്കവാറും ഈ സീനിയർ നിൻ്റെ അടുത്ത് വന്നിരുന്നിട്ടായിരിക്കും നിനക്ക് പനി പിടിച്ചേന്ന്. ഈ സീനിയറിന് ഇത് കേൾക്കുന്നേ ഭയങ്കര സങ്കടമാവും. അവരങ്ങനെ വേഗം തന്നെ ഗുവയെടുത്ത് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറയും. എന്നാൽ അവൻ അതിനൊന്നും സമ്മതിക്കത്തില്ല. പെട്ടെന്ന് തന്നെ അവരാണെങ്കിൽ പുറത്ത് പോയി ഇവന് വേണ്ടിയിട്ട് മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ മോമോയുടെ ആ ഫ്രണ്ടിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഫൂപ്പയുടെ കൂടെ അവൻ്റെ മാച്ച് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുമായിരുന്നു. അവനാണെങ്കിൽ അവിടെ ഉള്ള ഒരു ചെറുക്കന് വേണ്ടി അടി കൂടിയിട്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ മോമോയുടെ ഫ്രണ്ട് വന്നിട്ട് അവനെ പറഞ്ഞു
പറഞ്ഞ് സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മോമോനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അവളുടെ സീനിയറിനെ കാണുന്നതും അവർ പറയും, നീ ഇവിടെ ഇരിക്കുന്ന ഈ ജ്യൂസസ് എല്ലാം കൊണ്ടുപോകണം, അതിനെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എനിക്ക് അയക്കണം എന്ന്. അങ്ങനെ നമ്മളുടെ മോമയാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് അവളുടെ വീട്ടിലോട്ട് വരാൻ ഒരുങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് അവളാണെങ്കിൽ ഓഫീസിൽ തന്നെ വെച്ചിട്ട് അവളുടെ കീ മറന്നു വെച്ചു എന്ന്. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ നമ്മുടെ ഗുവേനെ വിളിക്കും. അവനിപ്പോൾ നല്ല സുഖമില്ലായിരുന്നു, അവൻ വീട്ടിൽ വന്ന് കിടക്കുക. പെട്ടെന്ന് തന്നെ അവൾ വിളിച്ചു ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് നല്ല സുഖമില്ല, ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുക്കുക എന്ന്. അപ്പോൾ നമ്മുടെ മോമ പറയും, ഞാൻ നിനക്ക് മെഡിസിൻ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൾ കോളങ്ങ് കട്ട് ചെയ്യും. ഇത്തിരി കഴിയുന്നതും അവിടെയായിട്ട് കോളിംഗ് ബെല്ല് കേൾക്കും. ഇത് കേൾക്കുന്നത് നമ്മുടെ ഗുവെ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ട് വന്ന് വാതിലുറന്ന് നോക്കുമ്പോൾ എന്തുവാ അവിടെ നമ്മളുടെ മോമയ്ക്ക് പകരമായിട്ട് അവൻ്റെ സീനിയറാണ് വന്നേക്കുന്നത്. ഇത് കാണുന്ന അവനങ്ങ് ഒരുമാതിരിയാവും. അവനത് ഇഷ്ടപ്പെടത്തേ ഇല്ല. എങ്കിലും അവളെ ഇൻവൈറ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ അവനാണെങ്കിൽ ഇവളെ അകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് കഴിയുന്നത് നമ്മളുടെ മോമോ വരും. മോമോ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ തുറക്കുന്നത് നമ്മളുടെ സീനിയറാണ്. സീനിയറിനെ നമ്മുടെ മോമോയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവളങ്ങ് ഒരുമാതിരിയാവും. എങ്കിലും അവൾ മൈൻഡ് ആക്കണ്ട അകത്തോട്ട് കയറി വരും. അവിടെ വരുമ്പോൾ എന്തുവാ നമ്മളുടെ ഗുവയ്ക്കാണെങ്കിൽ ഇവളും മരുന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മോമോ കൊടുക്കുന്ന മരുന്ന് മാത്രമേ അവൻ കഴിക്കത്തുള്ളൂ. ഇത് കാണുന്നത് നമ്മുടെ മോമോയ്ക്ക് നല്ല സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ ഗുവയുടെ സീനിയർ ആണെങ്കിൽ അവനെന്തോ പ്രോജക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവൾ അതെല്ലാം എഴുതി കൊടുത്തിട്ട് അവിടെ നിന്നങ്ങ് പോവും. അവിടെ നമ്മളുടെ മോമോയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അവൾ അങ്ങനെ ഗുവയെടുത്ത് പറയും, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം ഈ ജ്യൂസസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവയെ പറയും, ഇതെല്ലാം നീ ആദ്യമേ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. ഇവിടെ നമ്മളുടെ ഗുവയെ പ്ലാൻ ചെയ്യുന്നത് തന്നെ അവൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ആ സ്നോമാനെ കാണത്തില്ലേ എന്നും വെച്ചിട്ടാണ്. എന്നാൽ നമ്മുടെ മോമയാണെങ്കിൽ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ആ സ്നോമാൻ എല്ലാം അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവൾക്കൊന്നും മനസ്സിലാവത്തില്ല. ഇത് സ്നോമാൻ ആണെന്ന് കൂടി അവൾക്ക് മനസ്സിലാവത്തില്ല. അവൾ ചോദിക്കും, ഇതെന്തുവാ സാധനം എന്ന്. അവിടെ നമ്മളുടെ ഗുവയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരുമാതിരിയായി അകത്തോട്ട് കീറി അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മോമോയുടെ ഫ്രണ്ടും അതേപോലെ തന്നെ ഫൂപ്പയും കൂടി ഒരു ലൈബ്രറിയിലായിട്ട് ഇരിക്കുന്നതാണ്. ആ സമയത്ത് നമ്മളുടെ മോമ അവളെ വിളിച്ചിട്ട് ചോദിക്കും, ഇവിടെ നമ്മുടെ ഗുവയ്ക്ക് ഒട്ടും വയ്യ, അവന് ഞാൻ എന്താ ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്ന്. അപ്പോൾ അവൾ പറയും, നീ എന്തെങ്കിലും കഞ്ഞി വെച്ച് കൊടുത്താൽ മതി എന്ന്. അവസാനം നമ്മുടെ മോമോ ഇവളുടെ ഹെൽപ്പ് ചോദിച്ചിട്ട് ഇവളാണെങ്കിൽ അവളെ സഹായിക്കാൻ വേണ്ടി വീട്ടിലോട്ട് വരാം എന്ന് പറയും. അതേപോലെ തന്നെ മോമോയുടെ ഫ്രണ്ട് ആണെങ്കിൽ ഫൂപ്പ് എടുത്തും പറയും, നീ നിന്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചല്ല സെറ്റ് ആക്കണം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഗുവയാണെങ്കിൽ അവൻ്റെ റൂമിലായിട്ട് കിടക്കുന്നതാണ്. അവിടേക്ക് നമ്മളുടെ മോമോ വന്നിട്ട് അവൻ്റെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. അവന് നല്ല പനിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവിടെയായിട്ട് നമ്മുടെ മോമോയുടെ ഫ്രണ്ടും അതേപോലെ തന്നെ ഫൂപ്പയും കൂടി വരുന്നതാണ്. 3 പേരോട് ഇരുന്ന് സംസാരിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ മോമോയുടെ ഫ്രണ്ട് പറഞ്ഞിട്ട് അവൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകും. അവളുടെ പുറകെ ആയിട്ട് നമ്മളുടെ ഫൂപ്പയും വരും. ഇവനാണെങ്കിൽ ഇങ്ങനെ നടന്നു വരുന്നതും അവൾ അവൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് എൻ്റെ ഫ്രണ്ടിനെ ഇഷ്ടമാണോ എന്ന്. ഇത് കേൾക്കുന്ന ഫൂപ്പയൊന്നും പറയത്തില്ല. ഇത് കാണുന്നത് നമ്മളുടെ മോമോയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൾ അവിടെ നിന്ന് ദേഷ്യച്ചങ്ങ് നടന്നു പോകും. പിന്നീട് നമ്മളുടെ മോമയാണെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എന്തുവാ അവിടെ അവളുടെ ഫ്രണ്ട് ഇല്ലായിരുന്നു. ഗുവയാണെങ്കിൽ ഒരുമാതിരി ഇരിക്കുക. അവൾ വന്നിട്ട് അവൻ്റെ ടെമ്പറേച്ചർ നോക്കും. എന്നാൽ നമ്മുടെ ഗുവ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അവൻ പറയും, അടുത്ത തവണ നീ നിന്റെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ പറഞ്ഞിട്ട് വേണം ചെയ്യാനെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൻ ദേഷ്യം അവിടെ എന്നങ്ങ് പോകും. അടുത്ത ദിവസം രാവിലെ നമ്മളുടെ മോമയാണെങ്കിൽ ഇവനെ നല്ലതുപോലെ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ നമ്മുടെ ഗുവ ഇപ്പോഴും നല്ല ദേഷ്യത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്തെ അടുത്ത ദിവസം നമ്മളുടെ ഗുവേനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ആ സീനിയർ പെണ്ണില്ലേ അവൾ അവിടേക്ക് വരും. അതേസമയം തന്നെ നമ്മുടെ മോമയാണെങ്കിൽ അവളുടെ ജ്യൂസസ് എല്ലാം വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ മോമയ്ക്ക് നല്ല ജലസ് അടിക്കും. എങ്കിലും അവൾ അവിടെ ഒന്നും പറയാൻ നിൽക്കത്തില്ല. ഈ സീനിയർ പെങ്കോച്ചാണെങ്കിൽ നമ്മുടെ ഗുവേനെയും കൊണ്ട് പുറത്തു പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. നമ്മുടെ മോമനെയും വിളിക്കും. എന്നാൽ അവളാണെങ്കിൽ പോവാൻ റെഡി ആവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗുവയും അവൻ്റെ ആ സീനിയർ പെങ്കോച്ചും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അവിടെ നമ്മളുടെ ഗുവയാണെങ്കിൽ മോമോയുടെ മെസ്സേജിന് വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കും. അവിടെ അവൻ ഫുഡ് കഴിക്കാനൊന്നും റെഡി ആവത്തില്ല. വേഗം തന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ ഫൂപ്പേനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വന്നേക്കുക. അവിടെ എത്തുന്നതും അവന് ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ മോമോയുടെ ഫ്രണ്ട് വന്നിട്ട് അവനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അവനും നമ്മുടെ മോമോയുടെ ഫ്രണ്ടും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. അവിടെ ഫൂപ്പയാണെങ്കിൽ നമ്മുടെ മോമോയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് കൺഫസ് ചെയ്യും അവൻ അവളെ ഇഷ്ടമാണ് എന്ന്. ഇത് കേൾക്കുന്നത് അവൾ നല്ല ഷോക്കായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഫൂപ്പ എഴുന്നേറ്റ് എന്നിട്ട് പറയും, നീ എന്നെ റിജക്റ്റ് വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന കല്ല് വെച്ചിട്ട് എന്നെ തന്നെ പരിക്കേൽപ്പിക്കും എന്ന്. ഇത് കേൾക്കുന്നത് അവൾ ഭയങ്കരമായിട്ട് സ്മൈൽ ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ മോമയാണെങ്കിൽ അവിടെ ഇങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കാൻ നേരത്ത് അവളുടെ കയ്യിൽ നിന്ന് അവളുടെ ഡോറേമോൻ്റെ കപ്പ് തറയിൽ വീണ് പൊട്ടുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവയാണെങ്കിൽ അവിടേക്ക് ഓടി വരും. എന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, എന്ത് പറ്റിയതാ എന്ന്. എന്നാൽ ഇവിടെ നമ്മളുടെ ഗുവയാണെങ്കിൽ ഇവളെ ഹെൽപ്പ് ചെയ്യാനൊന്നും റെഡി ആവത്തില്ല. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ആ സീനിയറിനെ പറ്റി പൊക്കി പറയാൻ തുടങ്ങും. ഇത് കേൾക്കുന്നത് നമ്മുടെ മോമയ്ക്ക് നല്ല ദേഷ്യം വരും. അവൾ അവിടെ ദേഷ്യപ്പെടും. എന്നാൽ അവൾക്ക് ഇവിടെ നല്ല ജലസാണ് അടിച്ചതെന്ന് അവന് മനസ്സിലാവത്തേ ഇല്ല. അടുത്ത ദിവസം നമ്മളുടെ ഗുവയാണെങ്കിൽ അവൻ്റെ ക്ലാസ്സിലായിട്ട് വരുന്നതോ അവിടെ പ്രൊഫസർ ചോദിക്കും, എന്ത് പറ്റി നീ ഇപ്പോൾ വല്ലാണ്ടിരിക്കുന്നത് എന്ന്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഗുവ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. പോരാത്തതിന് അവനവൻ്റെ മൈക്രോസ്കോപ്പ് എടുക്കാനും മറന്നു പോയിട്ടുണ്ടായിരുന്നു. അവർ
അവരിങ്ങനെ മോമോനെ പറ്റി സംസാരിക്കുന്നതും അവിടെയായിട്ട് സീനിയർ കയറി വരും. പെട്ടെന്ന് തന്നെ അവർ ആ ടോപ്പിക് അങ്ങ് നിർത്തും. അപ്പോൾ അവൾ വന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങൾ എന്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന്. അപ്പോൾ പ്രൊഫസർ പറയും, ഇവൻ അവൻ്റെ മൈക്രോസ്കോപ്പ് എടുക്കാൻ മറന്നുപോയി എന്ന്. പെട്ടെന്ന് തന്നെ സീനിയർ പറയും, അവൻ്റെ ടേബിളിൻ്റെ മുകളിൽ തന്നെ ആ മൈക്രോസ്കോപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സാറിന് മനസ്സിലാവും, അതായത് ഈ സീനിയർ അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ പ്രൊഫസർ ആണെങ്കിൽ തക്കം കിട്ടുന്നത് നമ്മളുടെ ഗുവയെടുത്ത് പറയും, മിക്കവാറും മോമോ നിന്റെ സീനിയറിനെ കണ്ടിട്ട് നല്ലതുപോലെ ജലസ് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവളിപ്പോൾ നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്ന്. അതേസമയം തന്നെ നമ്മളുടെ മോമോനെ കാണിക്കുക. അവളാണെങ്കിൽ ഇപ്പോൾ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അതും അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ. അവിടേക്ക് നമ്മളുടെ ഈ സീനിയർ കയറി വരും. ഇവളെ കാണുന്നത് നമ്മുടെ മോമോയുടെ ഫ്രണ്ട് ചോദിക്കും, അല്ല ഇവളാരാ? പെട്ടെന്ന് തന്നെ നമ്മുടെ മോമോ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അതായത് ഇത് ഗൂവയുടെ സീനിയറാണ്, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ആ ലാബിൽ വർക്ക് ചെയ്യുന്നത് എന്ന്. ഇത് കേൾക്കുന്ന അവളുടെ ഫ്രണ്ട് ചോദിക്കും, അല്ല നിനക്ക് അവളെ കണ്ടിട്ട് ജലസ് അടിക്കുന്നില്ലേ? എന്തായിരുന്നാലും നീ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം. ഇത് കേൾക്കുന്നേ നമ്മളുടെ മോമോ ആണെങ്കിൽ ഇവളുടെ കൂട്ടുകാരുടെ അടുത്ത് പറയും, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് തന്നെ ടോപ്പിക്ക് മാറ്റും. അവിടെ നമ്മളുടെ മോമോയുടെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ നിന്ന് പോകുന്നതും അവിടെയായിട്ട് ഈ സീനിയർ നടന്നു വരും. ഇവളെ കാണുന്നതും മോമോ ഒളിക്കാൻ വേണ്ടിയിട്ട് നോക്കും. എങ്കിലും കറക്റ്റായിട്ട് ഈ സീനിയർ നമ്മളുടെ മോമോയുടെ അടുത്ത് തന്നെ വന്നിരിക്കും. മോമോ അടുത്ത് പറയും, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ മോമോ ഭയങ്കര ഷോക്കായിട്ട് നോക്കി നിൽക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.